എന്തൊരു കഷ്ടം നോക്കും. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടണ ഈ പഴുത്ത മത്തല്ലേ, അതൊരു 100 ഗ്രാം ചെത്തിയിട്ട് തിന്നാ മതിന്ന് ഷുഗർ കുറയുന്നാ പറയണു. അതിപ്പോ ആരാ പറഞ്ഞേ? ആ വാട്സപ്പിൽ വന്നേക്കണു. എന്റെ പൊന്ന് സാറേ, വാട്സപ്പിൽ വരുന്നതൊക്കെ വിശ്വസിക്കല്ലേ കേട്ടോ. ഇതിപ്പോ ആരാ പറഞ്ഞത്? എന്തെങ്കിലും സയന്റിഫിക് പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണോ ഇതൊക്കെ വരുന്നത്? ഒന്നുമല്ല, ഓരോരോ കണ്ടുപിടുത്തങ്ങള്. നമസ്കാരം. എന്റെ പേര് മൊയ്തു സി എം എന്നാ. എന്താ വന്നേ? വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വന്നതാ. അതിനെ ആദ്യം അപേക്ഷ വെക്കണം. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പ്രൊസീജിയർ പൂർത്തിയാകുമ്പോഴത്തേനും കിട്ടും കേട്ടോ. കിട്ടിയില്ല ഇതുവരെ. എങ്ങനെയാ കൊടുത്തേ? അപേക്ഷ എങ്ങനെയാ കൊടുത്തേ? ഈ അപേക്ഷ എങ്ങനെയാ കൊടുത്തേ? ഓൺലൈനില്. ഓൺലൈനിലാണോ? അപ്പൊ കുഴപ്പമില്ല. എത്ര ദിവസമായി? ഒരു മാസമായി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു മാസമായി. സാറേ, സുഹൃത്ത് സാറേ, ഒരു മാസം എടുക്കോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടെ? ഈ പ്ലാൻ ആരാ വരച്ചേ? ഈ പ്ലാൻ ആരാ വരച്ച? എഞ്ചിനീയർ ആരാ? മന്മഥൻ. മന്മഥനാണെങ്കിൽ കുഴപ്പം വരില്ലല്ലോ. ആരാണെങ്കിലും ഈ ഒരു മാസത്തെ ഡിലേ വരുവോ? അല്ല, ഞാൻ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെ, എന്തെങ്കിലും ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അതാവും പ്രശ്നം. ഇവിടെ എന്തെങ്കിലും അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയിരുന്നോ? ഇല്ല, ഒരു മാസം കിട്ടുമ്പോഴേ കിട്ടും പറഞ്ഞാ. ഒരു മിനിറ്റ്. ഉണ്ണി, ഉണ്ണി എന്നെ വിളിച്ചിനാ? എന്താ മേഡം? എന്താ നിങ്ങളുടെ കണ്ണില്? കണ്ണിൽ സൂര്യതാപം. സൂര്യതാപം? ആ സൂര്യതാപം കൊണ്ട് മേലെല്ലാം മൊത്തം കരിക്കട്ട പോലെ. കണ്ണിന്റെ ഉള്ളിൽ വള്ളിയുണ്ട്, അതും കൂടി കറുത്തു കഴിഞ്ഞാ പിന്നെ എന്തിരി കൊള്ളല്. ഇതൊരു ഓഫീസാണ്. അഴിക്കടോ. ഇത് മിസ്റ്റർ മൊയ്തു. നമസ്കാരം. അദ്ദേഹം ഇവിടെ വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇതുവരെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല. കാരണം എന്താ? ഒരു മാസേലായിട്ടു. 2 മാസം കഴിഞ്ഞ് പുറത്തിട്ട്. 2 മാസം കഴിഞ്ഞ ഒരു പുറത്തിട്ടുന്നോ? എന്താ സാറേ ഇത്? അല്ല, അത് സത്യശീല സാറാണല്ലോ നോക്കാൻ. എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അല്ല, അത് അങ്ങനെ സാറങ്ങനെ കുഴപ്പമുള്ള ആളല്ലോ, ഞാനും കൂടെ പോവാറുള്ളതാണല്ലോ. ആര് കൂടെ പോണു, സാറിന് കുഴപ്പമുണ്ടോ എന്നുള്ളതല്ല എനിക്ക് അറിയേണ്ടത്. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് ഇതേപോലുള്ള ആളുകൾക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഒരു മാസമൊക്കെ ഒരു വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാല്. അല്ല മൊയ്തു, അത് പേടിക്കല്ലേ, അത് സത്യശീല സാർ ശരിയാക്കി തരും. ഉണ്ണിയെ സത്യശീല സാറിനൊന്നും കൊണ്ട് കാണിക്കും. മൊയ്തു ഒരു കാര്യം ചെയ്യൂ. അപ്പുറത്ത് സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. സത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് മേഡം. അതല്ല, അപ്പുറത്തെ ക്യാബിനിലെ സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹത്തെ പോയി ഒന്ന് കാണൂ. അദ്ദേഹം എന്താ പറയണെന്ന് നമുക്ക് നോക്കട്ടെ. സാറേ, മൂപ്പറ വീടിന്റെ പണി കഴിഞ്ഞു, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ട. സാറേ, എന്താണ് സാറേ, വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എന്റെ റെസിപ്റ്റ് ഉണ്ടോ? എന്തെങ്കിലും എന്താണ് റെസിപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? മൊയ്തു അല്ലേ? മൊയ്തു. 900 സ്ക്വയർ ഫീറ്റ് വീട്. ഇതിപ്പോ വീട് പണി എന്തായി? വീട് പണിയൊക്കെ കഴിയാനായി. ഇനിയിപ്പോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ കറണ്ടിന്റെ വെള്ളത്തിന്. ഇതില് ചെയ്യാൻ പറ്റില്ല, ഇതില് വീട് പണിയാൻ പാടില്ലല്ലോ. അല്ല, ഈ പ്ലാൻ വെച്ച് നിങ്ങൾക്ക് ആരാ അപ്രൂവൽ തന്നത്? നിങ്ങളെ പ്ലാൻ മൊത്തം തെറ്റാണ്. നിങ്ങൾക്ക് എങ്ങനെ അപ്രൂവൽ തന്നതെന്ന്? സാറേ, ഇവിടുന്ന് അപ്രൂവൽ കിട്ടിയിട്ടാണല്ലോ ഞാൻ വീടിന്റെ പണിയൊക്കെ തുടങ്ങിയത്. എന്താ അപ്രൂവൽ? സാറേ, വീടിന് അപ്രൂവൽ കിട്ടിയിട്ടല്ലേ വീടിന്റെ പണി? എന്തെന്നാ എന്താണ് എന്താ നിനക്ക് പ്രശ്നമല്ല തുടങ്ങിയത്? സാറേ, അപ്രൂവൽ കിട്ടാണ്ട് വീടിന്റെ പണി ഞാൻ തുടങ്ങുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വീട് പണിയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ വീട് പണിയാൻ പാടുള്ളൂ.
അല്ലാതെ ആരെങ്കിലും വീട് പണിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. സാറേ അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത് ഞങ്ങളെ പണി മുടക്കരുത്. നിങ്ങളുടെ പണി മുടക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? അതന്നെ ഞാനും ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒരു കാര്യം ചെയ്യും, ഞങ്ങളവിടെ ഒന്ന് വന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങോട്ട് വരണോ? ആ സാർ ഒരു ഡേറ്റ് പറയണ്ടേ? ഡേറ്റ് ഇപ്പൊ നാളെ മറ്റോ നമുക്ക് ഒഴിവില്ലല്ലോ. പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്തു. അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നോക്കാം. പെരേക്കൂടലിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യണേ. ആദ്യം വീടിന്റെ പണി കഴിയട്ടെ കേട്ടോ, എന്നിട്ട് മതി. അപ്പൊ ശരി, ഞങ്ങൾ ഇൻസ്പെക്ഷന് വരുന്ന ദിവസം നിങ്ങളുടെ ആർക്കിടെക്ട് ഇല്ലേ, പുള്ളിയും കൂടെ വിളിക്കണം കേട്ടോ. ശരി, ഓക്കെ. ശരി, പോവാ. ഒരു മിനിറ്റ് ശരിക്കും ആരാ ഈ കോയ? കോയ ആരാണ്? കോയ അയൽവാസിയാണ്. പുള്ളി ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. പരാതിപ്പെട്ടിട്ടുണ്ട്. എന്തിന്? നിങ്ങളുടെ വീട് പണി തുടങ്ങിയ അന്ന് മുതൽ പുള്ളിക്ക് എന്താ അസുഖമാണ്, ശ്വാസം മുട്ടലാണ്, അത് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ആ വീട് പണി നിർത്തി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഇവിടെ തന്നിട്ടുണ്ട്. വെറുതെ പറയാം സാറേ, ഓനൊരു കുഴപ്പമില്ല. ഇന്ന് രാവിലെ കൂടി ഞാൻ ഓനെ കണ്ടിട്ടുള്ളൂ. വെറുതെ ആണോ വിലക്കാണോ എന്നുള്ളത് നമുക്ക് വന്ന് നോക്കിയല്ലേ പറയാൻ പറ്റും. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് വരാം കേട്ടോ. രണ്ടാളും കൂടെ കിനാൻ വേണ്ടി ഇരിക്കുകയാണല്ലേ? എന്താ അത്യാവശ്യപ്പെട്ട് പറഞ്ഞതെന്ന് പറഞ്ഞേ? എന്താണ് രണ്ടാളും വിഷമിച്ചിരിക്കണേ? വീട് പണി അവസാന ഘട്ടമായപ്പോ മരണ വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കണം എന്തിനാണെന്ന്? ഏത് പേരല്ല കൂടാൻ പോണേ? ആരാ പേരെ കൂടാൻ പോണേ? എന്താ പ്രശ്നത്താ? കോർപ്പറേഷൻ ഓഫീസിൽ പോയപ്പോഴേ ഓർക്കില്ലാത്ത കുറ്റല്ലേ നമ്മളെ പേരനെ കുറിച്ച്. എന്തേ? നിങ്ങളെ ചിത്രം വരെ ഒന്നും ശരിയില്ല, നിങ്ങളെ പ്ലാന് ശരിയില്ല, നിങ്ങളെ സ്കെച്ച് ശരിയില്ല എന്ന് അവര് പറയണേ. ഇതിനിപ്പോ എന്താ കുഴപ്പം? കോർപ്പറേഷൻ ആൾക്കാരെ നമ്മളെ പുതിയ പെര കാണാൻ വരുന്നുണ്ട്. അതെ, നിങ്ങൾ പറഞ്ഞില്ലേ ഇത് ആർക്കിടെക്ട് മന്മഥൻ വരച്ചതാണെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞ്. അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ ഭർച്ചവനോട് അവിടെ ഉണ്ടാവണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളവിടെ ഉണ്ടാവണം. അതെ, ഇതിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമല്ല ഇത്താ. അതെ, ഇതെന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് കൈക്കൂലി എന്തെങ്കിലും കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാ. എന്താ പറഞ്ഞേ? കൈക്കൂലി കൊടുക്കാൻ. കൈക്കൂലിയാ? ആര്? നമ്മളാ? പിന്നെ ഞാൻ കൊടുക്കുവോ? ഈ ജീവിതത്തിൽ നമ്മൾ കൈക്കൂലി കൊടുത്തില്ല. കൈക്കൂലി കൊടുക്കരുത് വാങ്ങരുത് ഓരോ ഓഫീസിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ ഓർക്ക് എങ്ങനെ നമ്മൾ കൈക്കൂലി കൊടുക്കല്? അതെ മൊയ്തുക്ക, നമ്മൾ ഈ ചെറിയ മുറുക്കാൻകടയില്ലേ, ചെറിയ മുറുക്കാൻകടയിലൊക്കെ പോകുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചുണ്ണാമ്പ് തേക്കരുത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ തന്നെ ചുണ്ണാമ്പ് തേക്കും. അപ്പൊ ഇത് എഴുതി വെച്ചേക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓർമ്മിച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പൊ നിങ്ങളെ നോമ്പിന് മുമ്പ് അവിടെ താമസിപ്പിക്കുന്ന ഞാൻ ആ വാക്ക് തന്നേക്കണേ, അത് ഞാൻ നടത്തിയിരിക്കും. ഞാൻ ഒരു സ്ഥലം കാണാൻ വരട്ടെ, ബാക്കി എന്താന്നുള്ള കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം. ടെൻഷൻ അടിക്കല്ലേ? ഞാൻ പറഞ്ഞ എങ്ങനെയെങ്കിലും അതെ, ഇടയിൽ കയറി വർത്താനം പറയാൻ നിൽക്കണ്ട, ഞാൻ സംസാരിച്ചോണ്ട്. ഇല്ല, ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾ പറഞ്ഞാൽ പോയാ ഇവിടെ ഉണ്ടായിരുന്ന എന്താ നിങ്ങളൊക്കെ പാടെ? അതെ കോയ, ഞങ്ങൾ ഈ മൊയ്തുവിന്റെ ഒരു പ്രശ്നം സംസാരിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. നമ്മുടെ മൊയ്തു അപ്പുറത്ത് സ്ഥലം മേടിച്ച് വീട് വെക്കണത് അറിയാല. അയാള് വാടകക്കാണ് ഇപ്പൊ താമസിക്കണത്. അവിടെ നിന്ന് മാറാൻ ഡേറ്റ് ആയി. അപ്പൊ ഇയാള് നമ്പറിന് വേണ്ടി കോർപ്പറേഷനിൽ വന്നപ്പോഴാണ് നിങ്ങളൊരു പരാതി അവിടെ കൊടുത്തിട്ടുണ്ടല്ല മൊയ്തുവിനെതിരെ. ഞാൻ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പിൻവലിച്ച അയാൾക്കൊരു ഉപകാരമായിരുന്നു. അതൊന്ന് നേരിട്ട് പറയാന്ന് ഓർത്താ വന്നത്. അതൊന്നും നടക്കൂല. അങ്ങനെ പറയല്ല. എന്താ ഇപ്പൊ കോയാടെ പ്രശ്നം? അതെ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഇക്ക് ശ്വാസം മുട്ടാണ്. ഈ പ്രായത്തിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു ശ്വാസം മുട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇക്ക് ശ്വാസം മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ചങ്ങായി ഇവിടെ വന്ന് താമസാക്കി നിർത്തുന്നത് ഈ പെരപ്പണി അങ്ങോട്ട് തുടങ്ങിയപ്പോ അവിടെ കൊണ്ടുവന്ന് ഇറങ്ങണ സിമെന്റിന്റെ പൊടി കണ്ട മണ്ണിന്റെ പൊടി ഇത് ഇവിടുത്തെ ഏത് ജാതി പൊടി വെച്ചിട്ടാ അതിന്റെ പൊടിയൊക്കെ പാടന്റെ മൂക്കിൽ തല്ലി കയറിട്ട് ശ്വാസം മുട്ട് വന്നാണ്. അറിയാം നിങ്ങൾക്ക്? ഇനി ഉണ്ടാവൂല പോയ എന്താന്ന് വെച്ചാൽ പണി തീർന്നു. പണി തീർന്ന പിന്നെ പൊടി ഉണ്ടാവൂലല്ലോ, പിന്നെ പണിയും തീർന്ന്. എന്താ പറയണേ? അതെ,
ഈ മൊയ്തുവിന്റെ പെരപണി തുടങ്ങിയപ്പോ സിമെന്റും പൊടിയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്ക് ശ്വാസം മുട്ട് വന്നത്. അപ്പൊ സമ്മതിക്കൂല. അവനല്ല, അവന്റെ ഉള്ളിൽ എന്താ എനിക്കറിയാം. അവൻ ആ സ്ഥലം കിട്ടാത്തതിന്റെ എന്റെ ഉള്ളില് കയറി ആവശ്യമില്ലാത്ത പറയല്ലേ. അതെ, കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. നമുക്കിതൊന്ന് രമ്യതയിൽ പറഞ്ഞ് തീർക്കാൻ ഒക്കൂലേ? സംഗതി ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഈ നാട്ടില് 4 ആൾക്കാർ അറിയണവരൊക്കെ തന്നെയാണ്. ഇവിടുത്തെ മെമ്പർമാരാണ് നിങ്ങളൊക്കെ, അതൊക്കെ അറിയുന്നുണ്ട്. നിങ്ങളെ പോലുള്ള ആൾക്കാര് ഒരാളായിട്ട് വന്നൊരു കാര്യമൊക്കെ വന്ന് പറയുമ്പോ അതൊക്കെ അനുസരിക്കേണ്ടതൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ ഇപ്പൊ ഇതിൽ എതിർപ്പുണ്ടായിട്ടല്ല. അതെ, ഇതിലൊരു ഒപ്പ് മൂപ്പര് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ പെര ഉണ്ടാക്കിയപ്പോ ഞാൻ അപ്പം മുതൽ പറയണാണ്, ഇത് ഇവിടെ കയറ്റണ്ട, ഇക്ക് വയ്യാത്ത ഒരാളാണ് ഇതൊക്കെ പറഞ്ഞ് മൂപ്പര് കേട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞത് വീട്ടാക്കിയിട്ട് അതിനൊക്കെ ഒപ്പിട്ട് തരാൻ നിന്നാലേ അതൊന്നും നടക്കണ കാര്യം. എന്നെ കൊണ്ടൊക്കെ ചെയ്യാനും പറ്റും. കോയ നിന്നോട് മര്യാദയുടെ അങ്ങേയറ്റം ഞങ്ങൾ പറഞ്ഞു. ആദ്യമായിട്ട് അവസാനമായിട്ട് ഞങ്ങൾ പറയണേ, നീ ആ പരാതി പിൻവലിക്കണ്ട. ഈ വലിയ വർത്താനം എന്ന് പറയേണ്ട കാര്യം ഈ ഇപ്പൊ എന്നാ ഈ കാതിരിട്ട് വർത്താനം പറയാൻ തുടങ്ങി എന്നൊക്കെ അറിയാം. കോയ നീ അനുഭവിക്കുന്നു. പോയക്കാടെ ചങ്ങായികള് നിങ്ങള് എന്നെ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കണ്. ഈയും കൂടി അറിയാണ്ട് എന്റെ ആ സ്ഥലം ഞാൻ എഴുതി മേടിക്കടാൻ പോയതോ. അയ്യോ നോക്കിക്കോ, എന്നെ അറിയില്ല. നിങ്ങൾ ബേജാറാവണ്ട. നോമ്പ് തുടങ്ങണതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ താമസാക്കി തന്ന പോരെ? മന്മഥനെ ഏറ്റതാണ്. ഇത് സുമേഷ് ഏട്ടൻ. ഇവിടെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ഒരു കുളം ഉണ്ടല്ലോ. പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസ്. അതിന്റെ അടുത്തൊരു കുളമില്ലേ, അതിന്റെ കരയ്ക്ക് ഒരു പുതിയ വീട് പണി നടക്കുന്നുണ്ട്. കണ്ടിരുന്ന അത് സുമേഷേട്ടന്റെ വീടാ. മോൻ പണിയണതാ. ഞാനാ അതിന്റെ വർക്ക് എടുത്തേക്കണേ. അപ്പൊ ആൾക്കും നമ്മുടെ ഇൻസ്പെക്ടറെ കാണണേ. അപ്പൊ ഇവിടെ നിന്ന് കണ്ടിട്ട് കൈയോടെ കൂട്ടിക്കൊണ്ട് പോവാ. അതാണ് അതെ ഉണ്ണിയുണ്ട്. നമസ്കാരം സർ. അത് പട്ടികൾ കയറാണ്ടൊക്കെ പട്ടികൾ കയറാണ്ടൊക്കെ സാറേ, മൂപ്പറ നമ്മൾ പറഞ്ഞ ആള് മൂപ്പറാണ്. എത്ര നാളെ ഓഫീസിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ കേട്ടോ. വീട് കാണാനേ വീടൊന്നും കണ്ട ശരി, ഉണ്ണി പറഞ്ഞല്ലേ. തേക്കാണ് തേക്ക്. തേക്ക് ആ തേക്ക് തന്നെയാണല്ലേ? കടി തേക്കാണ്. ഉണ്ണി ഈ ഇവിടെ നടന്നോ മതി. മാറിക്കും. ഇതേ പുറത്തു തീരെ സ്പേസ് ഇല്ല. അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. കുടുംബക്കാരെ പോരെയാ? എന്തായാലും സാർ അവിടെ വേസ്റ്റ് വെക്കാനുള്ള സൗകര്യം വേറെ ചെയ്യണുണ്ട്. ഇതിപ്പോ മൊയ്തോ ഇതാകെ കുഴഞ്ഞു മുറിഞ്ഞു കിടക്കുകയാണ്. വീടിന്റെ പ്ലാനും വീടും തമ്മിലൊന്നും ഒരു ബന്ധമില്ലല്ലോ. സാർ പ്ലാൻ പ്രകാരം ഇതിപ്പോ മൊയ്തോ ഇതാകെ കുഴഞ്ഞു മുറിഞ്ഞു കിടക്കുകയാണ്. വീടിന്റെ പ്ലാനും വീടും തമ്മിലൊന്നും ഒരു ബന്ധമില്ലല്ലോ. സാർ പ്ലാൻ പ്രകാരം ഇതിപ്പോ ഈ വീടും തമ്മിലുള്ള അകലില്ലല്ലോ. അല്ല അത് കുഴപ്പമില്ല സാർ. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പുറത്ത് താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ബന്ധുവാണ്. അപ്പൊ അവർക്ക് ഒരു പരാതിയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പ്ലാനിൽ ഒരു കണക്ക് കാണിക്കുക, തോന്നുന്ന രീതിയിൽ വീട് പണിയുക. ഇതിന് ഒരിക്കലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല സാറേ അതെ
ഇപ്പൊ ആ മതിലാണ് പ്രശ്നമെങ്കിൽ അവർക്ക് ഒരു പരാതിയില്ല. അതിപ്പോ അവർക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവര് രേഖാമൂലം എഴുതി തരണം. അതിനൊക്കെ കൺസേൺ വേണം. അതിപ്പോ മേടിക്കാം സാർ, അത് കുഴപ്പമില്ല. നിങ്ങൾ അതൊന്ന് കാണിക്കും. നിങ്ങൾ സ്റ്റെയർ കേസ് പണിതിരിക്കാൻ എവിടെയാണ്? കറക്റ്റ് അവിടെ തന്നെ എന്ത് കറക്റ്റ്? നിങ്ങൾ അളന്നു നോക്കിയോ? നോക്കി സാർ. പണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അളന്നോ? പണി കഴിഞ്ഞ കാണുന്നില്ല. 2.5 ഇഞ്ച് മാറ്റമുണ്ട്. എന്താ സാർ? ഒന്നുമില്ല ഇതൊക്കെ സ്റ്റെയർ കേസിന്റെ ഒരു ഇത് പറയാം. അതുപോലെ ഇതാ ഈ വർക്ക് ഏരിയ, അത് കറക്റ്റ് ആണ്. വർക്ക് ഏരിയ കറക്റ്റ് അല്ലെന്ന്. 3.5 ഇഞ്ച് തള്ളി നിൽക്കുന്നുണ്ടല്ലോ പുറത്തേക്ക്. 3.5 ഇഞ്ച് കറക്റ്റ് ആക്കാം. കറക്റ്റ് ആക്കണം. അത് ഒരു സാർ വേറെ മഴക്കുഴി. അതുപോലെ മഴക്കുഴി. ഇതിൽ നിങ്ങൾ മഴക്കുഴി കാണിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. എന്താണ് ജലസംഭരണി വേണം. മഴക്കുഴി മഴ ഇല്ലല്ലോ, പിന്നെന്തിനാ സാർ മഴക്കുഴി? ഇവിടെ കോർപ്പറേഷന് വെള്ളമുണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, ഇതിന് നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒരു കുഴി എടുത്തിട്ട് ആരെങ്കിലും കുഴിയിൽ വീണെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ചെവിയും കണ്ടൊന്നും കണ്ടുകൊടുത്ത ആൾക്കാർ. അതുകൊണ്ട് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം സാർ, എല്ലാം ചെയ്യണം. അതുപോലെ ആ വീടിന്റെ പിൻഭാഗല്ലേ, ആ ഭാഗം ചിലപ്പോ പൊളിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല സാർ, ഈ 2 സ്റ്റെപ്പ് കണ്ട, ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള റോഡിലേക്കുള്ള അകലം കറക്റ്റാ. ഈ 2 സ്റ്റെപ്പ് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. സാർ അത് ഞങ്ങളിപ്പോ തൽക്കാലം ചെയ്തേക്കണതാ. പണി കഴിഞ്ഞിട്ട് അത് പൊളിച്ചു മാറ്റും. അതെല്ലാവരും പറയും, ലക്ഷം കിട്ടി കഴിഞ്ഞാൽ പിന്നെ മാറ്റില്ല. അത് നടക്കില്ല. വീടും റോഡും തമ്മിലുള്ള അകലം കറക്റ്റ് അല്ല. ഓ മൈ ഗോഡ്. ഇതെന്താ? അത് പില്ലറാണ് സാർ. അത് പില്ലറാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് പ്ലാനിലില്ലല്ലോ. ഉണ്ട് സാർ, എവിടെ പ്ലാനിൽ വേണ്ട. ഇതാ നമ്മൾ അല്ല എടുക്കണ അത്. ഇതെന്താണ്? ഇത് ചതുരല്ലേ? അതെ. ഇതോ? അത് റൗണ്ട് ആക്കി. എന്തിന്? ആരോട് ചോദിച്ചിട്ട്? സാർ കുറച്ചുകൂടെ ബലം കിട്ടാൻ. അങ്ങനെ ബലം കിട്ടാൻ പാടില്ല. അവിടെ ഇത് പൊളിച്ചു മാറ്റണം. ഇത് പൊളിച്ചു മാറ്റിയ വീട് താഴെ വീഴും സാർ. വീട് താഴെ വീഴാതെ നിർത്താൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ എഞ്ചിനീയർ അല്ലേ? അതെ, എന്താണ് ഒരു 2 ലക്ഷം ഉറുപ്പ്യ മുടക്കിയിട്ടേ ഇവിടുന്ന് ഇങ്ങനെ ബീം കൊടുത്തിട്ട് തൂണില്ലാണ്ട് നിർത്തുക. ഈ തൂണ് പൊളിച്ചു മാറ്റണം. അപ്പൊ 2 ലക്ഷം ഉറുപ്പ്യ മുടക്കിയാൽ മതി, ഇതിങ്ങനെ നിൽക്കും ബീം കെട്ടി. ഇനി പൈസ ചെലവാക്കാൻ ഇല്ല സാറേ, എത്ര പൈസ ചെലവാക്കാം. മൈദോ, ഈ വീടിന് ഒരിക്കലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അങ്ങനെ പറയരുത് സാർ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. ഇല്ല, അതുകൊണ്ടാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ശരിയാവും. കുറച്ച് പൈസ ചെലവാക്കാൻ നടക്കും. പൈസ കൊടുക്കാം. അല്ല വീട് തന്നെ പൊളിച്ചു മാറ്റേണ്ടി വരും. പറയരുത്. പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഒരു തൂണല്ലേ വിളിക്കാൻ പറഞ്ഞു, എല്ലാം മൊത്തം വിളിക്കേണ്ടി വരും. ഇത് എത്ര കൊടുക്കേണ്ടി വരും? 10 ഉറുപ്പ് കൊടുക്കണം. ഒരു 5-ന് തീരൂലേ? 5-ന് തീരാവില്ല, പകുതി പൊളിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പുള്ളിയോട് സംസാരിക്കും. പുള്ളി ആകെ പേടിച്ചിട്ട് നിൽക്കാണ്. സംസാരിക്കാം. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇച്ചിരി പൈസ കൈക്കൂലി കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. ഉദ്യോഗസ്ഥർക്ക് ഇച്ചിരി പൈസ കൈക്കൂലി കൊടുത്താൽ തീരും. നമ്മുടെ ഈ ഉദ്യോഗസ്ഥർക്ക് ഇച്ചിരി കാശ് കൈക്കൂലി കൊടുത്താൽ തീരുന്ന ആൾക്ക് ഇച്ചിരി കേൾവി കുറവുണ്ട് സാർ. അയാൾക്ക് കുറവുണ്ട്, പക്ഷെ നാട്ടുകാർ കേൾക്കാലോ. കൈക്കൂലി പിടിച്ചു. വീടും തൂണും ഒക്കെ ഇടിച്ച് കൊല്ലാൻ ആകെ താറ് നടക്കും. ഒന്നുമില്ല, ഇതിപ്പോ അപ്പൊ മൊയ്തോ, നാളെ വന്നിട്ടേ നാളെ ഓഫീസിൽ കേൾവി കുറവുണ്ട്, ഇച്ചിരി ഉറക്കെ പറഞ്ഞാലേ. നാളെ ഓഫീസിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ. അപ്പൊ ഈ തൂണ് ഇപ്പൊ ഏതായാലും പണിഞ്ഞില്ല അവിടെ കേട്ട്. പിന്നെ ആ കോയല്ലേ, കോയ പുറകില്ലേ? പുള്ളിയുടെ കാര്യം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോ. അല്ല, അത് ആ പരാതിയെ നമ്മൾ തമ്മിൽ തീർത്തോളാം. അത് തീർത്തോളാം സാർ, അത് കുഴപ്പമില്ല. ഇറങ്ങല്ലേ അപ്പൊ? ഓക്കെ, കാണാമോ? ശരി, കാര്യങ്ങളൊക്കെ തീർന്ന് ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ? 10,000 ഉറുപ്പ്യ പോയില്ലേ? 10-ൽ നിന്ന് നല്ല എല്ലാ ആർത്തി പണ്ടാരങ്ങളാ. ആ 10,000 ഉറുപ്പ്യ അന്റെ കൂലിന്ന് പിടിക്കും ഞാൻ. എന്തിന്? അത് പിടിച്ചോ.